ഹായ് ഓൾ, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരയ്ക്ക പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ പേരയ്ക്ക കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ പുഡിംഗ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ പേരയ്ക്കയുടെ പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: പാല്, 3 പേരയ്ക്ക, കണ്ടൻസ്ഡ് മിൽക്ക്, ചൈന ഗ്രാസ്. ഞാനിവിടെ 3 പേരയ്ക്ക നല്ല പഴുത്ത പേരയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരുപാട് നേരം അടിക്കരുത്. പൾസ് മോഡിലിട്ട് ചെറുതായി അടിച്ചെടുത്താൽ മാത്രം മതി, അല്ലാതെ കുരു നല്ലപോലെ മിക്സായി പോവും. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതിനി മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതിയാകും. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. ഞാൻ ഈ സെയിം ടൈമിൽ തന്നെയാണ് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നത്. ഈ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആവണം ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത്. ഇതാ ഞാനിനി മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ഒന്ന് അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പേരയ്ക്കയുടെ മിക്സ് ചേർക്കാം. പേരയ്ക്ക ചേർക്കുന്ന സമയം തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇത് ചേർത്ത് നല്ലപോലെ മിക്സായി വന്ന് ഒന്ന് ചൂടായാൽ മാത്രം മതി. കൂടുതൽ നേരം തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നട്ട്സോ പേരയ്ക്കയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ അല്പം ബദാം നുറുക്കിയതാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ. അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരയ്ക്ക പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്